ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് സന്ധ്യാസമയത്തും ഇപ്രകാരം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാനും ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുവാനും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബൈബിൾ സർവേയുള്ള ബന്ധത്തില് മത്തായിയുടെ സുവിശേഷമാണ് നാം കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് ചിന്തിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം നാം ചിന്തിക്കുകയായിരുന്നു. അവിടെ കർത്താവിനെ രാജാവ് എന്നുള്ള നിലയിൽ മത്തായി ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിന് ശേഷം മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാം. പുതിയ നിയമത്തിലെ രണ്ടാമത്തെ പുസ്തകമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുതും അതുപോലെ സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയതും മർക്കോസിന്റെ സുവിശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. ഈ 4 സുവിശേഷങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം എഴുതിയതും മർക്കോസിന്റെ സുവിശേഷമാണ്. ഈ മർക്കോസിന്റെ സുവിശേഷം ആദിമ സഭ ഒരു നിലയിൽ അവഗണിച്ചിരുന്ന ഒരു സുവിശേഷമായിരുന്നു മർക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. കാരണം 6-ാം നൂറ്റാണ്ട് വരെ ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ യാതൊരു കമന്ററിയോ വ്യാഖ്യാന ഗ്രന്ഥങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നിലയിൽ പൊതുവെ അവഗണിച്ച ഒരു സുവിശേഷമായിരുന്നു മർക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. എന്നാല് 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആ നിലയിലുള്ള മർക്കോസിന്റെ സുവിശേഷത്തിനുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായത്. പ്രധാനമായിട്ടും 1835 ശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം കൂടുതലായിട്ട് അത് പഠിക്കുവാനും ആ നിലയിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ മർക്കോസ് കർത്താവിന്റെ ഒരു 12 ശിഷ്യന്മാരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി അല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം മർക്കോസ് ആ നിലയിൽ കർത്താവിന്റെ ശിഷ്യനല്ലായിരുന്നു. അത് മാത്രമല്ല, ഇത് സുവിശേഷങ്ങളിൽ വളരെ ചെറിയ ഒരു പുസ്തകമാണ് മർക്കോസിന്റെ സുവിശേഷം. 16 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. അതുകൊണ്ടായിരിക്കാം അത് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് അവഗണിക്കപ്പെട്ടത്. പിന്നീട് ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ലാംഗ്വേജ്, ഇതിന്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള സരളമായിട്ടുള്ള ഭാഷയാണ്. അതൊക്കെ കാരണമായിരിക്കും ഒരുപക്ഷെ ആദിമസഭ ഈ മർക്കോസിന്റെ സുവിശേഷം പ്രധാനമായിട്ടും അവഗണിച്ചത്. എന്നാൽ പിന്നീട് മർക്കോസിന്റെ സുവിശേഷം അതിന് വളരെ സ്ഥാനം നേടുകയുണ്ടായി. അത് മാത്രമല്ല, ഇത് അനേകരെ ചിന്തിക്കുകയും അതുപോലെ പഠിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമായിട്ട് സുവിശേഷമായിട്ട് മർക്കോസിന്റെ സുവിശേഷം നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. ഈ സുവിശേഷത്തിന്റെ എഴുത്തുകാരനുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്നുള്ളതിന്റെ യാതൊരു പരാമർശവും നമ്മൾ ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ സുവിശേഷത്തിൽ നാം കാണില്ല. എഴുത്തുകാരനെ കുറിച്ചുള്ള യാതൊരു പരാമർശവും ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ ആദിമസഭയും സഭാപിതാക്കന്മാരും ഒക്കെ ഇത് മർക്കോസിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ അവര് ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് മർക്കോസ് ആണ് ഇത് എഴുതിയെന്നുള്ള കാര്യത്തിൽ ആദ്യം മുതലേ അതിൽ യാതൊരു സംശയവും ഇല്ല. ആ നിലയിൽ എല്ലാവരും ആദിമസഭ മുതൽ തന്നെ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ് ഇത് മർക്കോസ് ആണ് എഴുതിയത് എന്നുള്ളത്. അതുകൊണ്ട് ഇത് മർക്കോസ് ആണ് എഴുതിയത് എന്ന് ന്യായമായിട്ട് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. ഇത് മർക്കോസ് എഴുതിയ ഒരു സുവിശേഷമാണ് ഈ മർക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇനിയും ഈ പുസ്തകം എഴുതിയ ഡേറ്റ്, ഈ പുസ്തകം എഴുതിയ സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകമാണ് മർക്കോസിന്റെ സുവിശേഷം. അത് മാത്രമല്ല, ബൈബിളിലെ തന്നെ പുസ്തകങ്ങളിൽ ആദ്യം എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നാണ് മർക്കോസിന്റെ സുവിശേഷം. അപ്പോൾ ആദ്യം എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നാണ് മർക്കോസിന്റെ സുവിശേഷം. സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതിയത് മർക്കോസിന്റെ സുവിശേഷമാണ്. AD 55-നും AD 59-നും AD 55-നും AD 59-നും ഇടയിൽ എഴുതിയ പുസ്തകമായിട്ട് നമുക്ക് ഈ മർക്കോസിന്റെ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ മർക്കോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. മർക്കോസിനെ കുറിച്ച് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ മർക്കോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടുന്ന ആവശ്യമാണ്. ഈ മർക്കോസ് ആരായിരുന്നു? നമുക്കറിയാവുന്നതാണ് മർക്കോസിനെ കുറിച്ച്. നമുക്ക് ആദ്യമായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 51-ും 52-ഉം വാക്യങ്ങൾ. മർക്കോസ് 14-ന്റെ
51, 52. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. കർത്താവിന്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ച ഒരു സംഭവമായിട്ട് നമുക്ക് ഈ സംഭവം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ബാല്യക്കാരൻ മർക്കോസ് ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ നഗ്നനായിട്ട് ഓടിപ്പോയ ഈ ബാല്യക്കാരൻ മർക്കോസ് ആണെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിൽ അതിനെക്കുറിച്ചുള്ള ഈ സംഭവത്തെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല 14-ാം അധ്യായം തന്നെ അതിന്റെ 12 മുതൽ 16 വാക്യങ്ങൾ കർത്താവിന്റെ അന്ത്യ അത്താഴം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മർക്കോസ് 14-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളില് വായിക്കും. പെസഹ കുഞ്ഞാണ്ടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവരോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയും. അവൻ വിരിച്ചൊഴുക്കി ഒരു മൺമാളിക കാണിച്ചു, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്നു. അവർ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. അങ്ങനെ പെസഹ കർത്താവിന്റെ അന്ത്യ അത്താഴം അല്ലെങ്കിൽ ആ പെസഹ ആചരിച്ച ആ മണിമാളിക എന്ന് പറയുന്നത് മർക്കോസിന്റെ മാതാവായിട്ടുള്ള മറിയയുടെ ആയിരുന്നു. അത് ആയിരിക്കാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മർക്കോസിന്റെ മാതാവിന്റെ മണിമാളികയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നാം വരികയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണെങ്കിൽ അവിടെ സഭ അവിടെ കൂടിയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളില് 12-ാം വാക്യം, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപടിയുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഈ പത്രോസിനെ ജയിലിലാക്കിയതിന് ശേഷം കർത്താവ് അവിടുന്ന് വിടുവിച്ചു. ആ സമയത്ത് പത്രോസ് ജയിലിലായിരുന്നപ്പോൾ ആ സഭ ശ്രദ്ധയോടെ കൂടി വന്ന് പ്രാർത്ഥിച്ച സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ മർക്കോസിന്റെ അമ്മ മറിയയുടെ വീട്ടിലായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഭവനത്തിന് അല്ലെങ്കിൽ ഈ മറിയയുടെ ഇവിടെ പറയുന്ന മർക്കോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ തന്നെയാണ് ഈ മർക്കോസിന്റെ സുവിശേഷം എഴുതിയ മർക്കോസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മർക്കോസ് വിശ്വാസത്തിലേക്ക് വന്നത് പത്രോസ് മുഖാന്തരമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പത്രോസ് മുഖാന്തരമാണ് മർക്കോസ് വിശ്വാസത്തിലേക്ക് കർത്താവിലേക്ക് വന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, 1 പത്രോസ് 5-ന്റെ 13 വായിക്കാം. നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഇവിടെ നമുക്ക് അവിടെ പത്രോസ് പറയുന്നത്, അവിടെ നാം വായിക്കുന്നത്, എനിക്ക് മകനായ മർക്കോസും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അപ്പോൾ പൗലോസിന്റെ ആത്മീയ പുത്രനായിരുന്നു പത്രോസിന്റെ ആത്മീയ മകനായിരുന്നു മർക്കോസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പത്രോസ് മുഖാന്തരമായിരിക്കാം മർക്കോസ് വിശ്വാസത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടെ പത്രോസ് അവിടെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന് ശേഷം ഈ മർക്കോസിന്റെ മാതാവിന്റെ ഭവനത്തില് കടന്നു ചെല്ലുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 12-ാം അധ്യായം 12-ല് നാം വായിച്ചത്, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം മർക്കോസ് എന്ന മറുപടിയുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ അപ്പോൾ പത്രോസിന് മർക്കോസിന്റെ മാതാവുമായിട്ട് അല്ലെങ്കിൽ മാതാവുമായിട്ടും ആ കുടുംബവുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു. പത്രോസ് കൂടെ ചെല്ലുകയും താമസിക്കുകയും ചെയ്യുന്ന ഒരു ഭവനമായിരുന്നു
ഈ മർക്കോസിന്റെ ഭവനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ ഭവനത്തിൽ വെച്ചായിരിക്കാം പത്രോസ് ആ നിലയില് മർക്കോസിനോട് സുവിശേഷം അറിയിക്കുകയും മർക്കോസ് വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിലെ മർക്കോസിനെ അറിയപ്പെട്ടിരുന്നത് യോഹന്നാൻ എന്നും മർക്കോസ് എന്നും ഈ രണ്ട് പേരിലാണ്. ജോൺ മാർക്ക് അല്ലെങ്കിൽ യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ അറിയപ്പെടുന്നത്. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാം വാക്യത്തില് നാം വായിക്കുകയുണ്ടായി. അപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്നത് മർക്കോസിന്റെ യഹൂദ നാമവും മർക്കോസ് എന്നുള്ളത് മർക്കോസിന്റെ റോമൻ നാമവുമാണ്. യഹൂദ നാമം യോഹന്നാൻ, അതുപോലെ മർക്കോസ് എന്നുള്ളത് യഹൂദ നാമവുമാണ് മർക്കോസിന്റേത്. എന്നാൽ ലേഖനങ്ങളിൽ പൊതുവായിട്ട് മർക്കോസ് അറിയപ്പെടുന്നത് മർക്കോസ് എന്നുള്ള പേരിൽ തന്നെയാണ്. യോഹന്നാൻ എന്നുള്ള പേരിലല്ല, മർക്കോസ് എന്ന പേരിലാണ് ലേഖനങ്ങളിൽ മർക്കോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അറിയപ്പെട്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4 സ്ഥലങ്ങളിൽ മർക്കോസിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും ലേഖനങ്ങളില്. അത് 4 നമുക്ക് പെട്ടെന്ന് വായിക്കാം, പിന്നീട് നമുക്ക് അതിൽ ഓരോ വാക്യങ്ങളിലേക്ക് വരാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം, അതുപോലെ ഫിലേമോൻ 24-ാം വാക്യം, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4:11, പത്രോസിന് 1-ാം ലേഖനം 5:13. പത്രോസിന് 1-ാം ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം നാം ഇപ്പം വായിച്ചതാണ്. അതുകൊണ്ട് അത് വീണ്ടും വായിക്കണം. മറ്റു 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. അതുപോലെ ഫിലേമോന്റെ ലേഖനം 24-ാം വാക്യം, ഫിലേമോൻ 24. ക്രിസ്തുയേശുവിൽ എന്റെ സഹബദ്ധനായ എപ്പഫ്രാസും എന്റെ കൂട്ടുവേലക്കാരായ മർക്കോസും അരിസ്തർഹോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ ഇവിടെ പൗലോസിന്റെ കൂട്ടുവേലക്കാരുടെ പട്ടികയിൽ മർക്കോസിന്റെ പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് ഈ സന്ദർഭത്തിൽ കൊലോസ് ലേഖനവും ഫിലേമോന്റെ ലേഖനവും പൗലോസ് എഴുതിയത് റോമൻ കാരാഗ്രഹത്തിൽ വെച്ചാണ്. 1-ാം പ്രാവശ്യം പൗലോസ് കാരാഗ്രഹത്തിലായിരുന്ന റോമൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ്. കൊലോസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, അതുപോലെ എഫേസ് ലേഖനം, ഫിലേമോന്റെ ലേഖനം. ഈ 4 ലേഖനം കാരാഗ്രഹ ലേഖനങ്ങളാണ്. ആ നിലയിൽ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന പൗലോസിന്റെ കൂട്ടുവേലക്കാരുടെ പട്ടികയിൽ ഇവിടെ മർക്കോസിന്റെ പേരും പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ്. 2ാമത് പൗലോസ് കാരാഗ്രഹത്തിലായപ്പോൾ എഴുതിയ ലേഖനമാണ് തിമോഥെയോസിന്റെ 2-ാം ലേഖനം. അതിനുശേഷം പൗലോസ് രക്തസാക്ഷിത്വം വഹിക്കുകയുണ്ടായി. അപ്പോൾ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. അവിടെ പൗലോസ് മർക്കോസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? 2 തിമോഥെയോസ് 4:11. എന്നോട് കൂടെയുള്ള മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഇവിടെ മർക്കോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നാം വായിച്ച വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങള്, മർക്കോസിന്റെ മാതാവിന്റെ പേര് മറിയ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തില് നാം കാണുകയുണ്ടായി. അത് മാത്രമല്ല, ആ ഭവനം മറിയയുടെ ഭവനമാണ് കർത്താവിന്റെ പെസഹ അല്ലെങ്കിൽ അത്താഴത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അവിടെ കൂടിയിരുന്നത് പെസഹായിക്കായിട്ട് കൂടിയ ഭവനം മറിയയുടെ ഭവനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ആദിമസഭ അല്ലെങ്കിൽ ആദ്യത്തെ വിശ്വാസികള് കൂടി വന്നിരുന്ന ഭവനം മറിയയുടെ ഭവനമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12 മുതൽ 17 വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. അവിടെ മർക്കോസിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം ഞാൻ വായിച്ചാണ്, എന്നാൽ നമുക്കൊന്ന് വായിക്കാം. 4-ാം അധ്യായം 10-ാം വാക്യം. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിന്റെ മച്ചുനനായ മർക്കോസും. ഇവിടെ ബർണബാസിന്റെ മച്ചുനനായ മർക്കോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ
ബർന്നവാസുമായിട്ട് ഒരു ബന്ധം മർക്കോസിന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ബർന്നവാസിന്റെ മച്ചുനൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാല് മർക്കോസ് ബർന്നവാസിന്റെ അനന്തരവനായിരുന്നു. ചില പരിഭാഷകളിൽ കസിൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില പരിഭാഷകളിലെ സിസ്റ്റേഴ്സ് ആണ്, സഹോദരിയുടെ മകൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യായമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ബർന്നവാസിന്റെ അനന്തരവനായിരുന്നു മർക്കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഈ മറിയ എന്ന് പറയുന്നത് മർക്കോസിന്റെ അമ്മയായിട്ടുള്ള മറിയ ബർന്നവാസിന്റെ സഹോദരിയായിരുന്നു. അപ്പോൾ ആ മറിയയുടെ മകനായിരുന്നു മർക്കോസ് എന്ന് നമുക്ക് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ ബർന്നവാസുമായിട്ട് മർക്കോസിന് ബന്ധമുണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മർക്കോസിനെ ശുശ്രൂഷയിൽ നാം ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 25-ാം വാക്യത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തില് ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരൂശലേം വിട്ട് മടങ്ങിപ്പോന്നു. അപ്പോൾ പൗലോസിന്റെയും ബർന്നബാസിന്റെയും ഒന്നാമത്തെ മിഷണറി യാത്രയിൽ മർക്കോസ് അവരോടുകൂടെ ആ മിഷണറി ടീമില് ഉണ്ടായിരുന്നു. ആ മിഷണറി ടീം ഒന്നാം മിഷണറി യാത്രയ്ക്കായിട്ട് യാത്ര തിരിച്ചപ്പോൾ ആ കൂട്ടത്തില് ബർന്നബാസിന്റെയും പൗലോസിനോട് കൂടെ മർക്കോസും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിന്റെ 13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ മർക്കോസ് എന്തായിരുന്നു ചെയ്തിരുന്നത്, ആ ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മർക്കോസ് എന്ത് ശുശ്രൂഷയായിരുന്നു ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 13-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തില് 6-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 6. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അവിടെ യോഹന്നാൻ എന്ന് പറയുന്നത് മർക്കോസ് ആണ്. അപ്പോൾ യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മർക്കോസിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് മർക്കോസ് യൗവനക്കാരനാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ദൈവദാസന്മാര്, അതായത് പൗലോസിനും ബർന്നബാസിനും ശുശ്രൂഷകനായിട്ട് മർക്കോസ് ആ ടീമില് മിഷണറി ടീമിൽ പ്രവർത്തിക്കുന്ന മർക്കോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ദൈവദാസന്മാരുടെ ഭൃത്യനായിട്ടാണ് മർക്കോസ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ നിലയിൽ അവളുടെ ഒരു ദാസന്റെ ശുശ്രൂഷയാണ് മർക്കോസ് അവിടെ ചെയ്തത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 13-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മർക്കോസ് ആ പ്രവർത്തനം ഉപേക്ഷിച്ചിട്ട് മടങ്ങി യെരൂശലേമിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 13-ാം അധ്യായം 13-ാം അപ്പോസ്തല പ്രവൃത്തി 13-13 നമ്മൾ വായിക്കുന്നത്, പൗലോസും കൂടെ ഉള്ളവരും പാംഫോസിൽ നിന്ന് കപ്പൽ നീക്കി പാംഫുല്യ ദേശത്തിലെ പെർഗിക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോഴെ ഒന്നാം മിഷണറി യാത്ര ബർന്നബാസും ശൗലും മർക്കോസിനോടുകൂടെ ആരംഭിച്ചു. അവർ 3 പേരും കൂടെയാണ് യാത്ര തിരിച്ചത്. എന്നാൽ പകുതി ദൂരം എത്തിയപ്പോൾ, പെർഗയിലെത്തിയപ്പോൾ മർക്കോസ് അവരെ വിട്ട്, പൗലോസിനെ ബർന്നബാസിനെ വിട്ട് തിരികെ യെരൂശലേമിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വേല ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്ന മർക്കോസിനെ നാം അവിടെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, 2-ാം മിഷണറി യാത്രയുടെ ആരംഭത്തില് വീണ്ടും പൗലോസും ബർന്നബാസും കൂടെ അവര് വീണ്ടും മിഷണറി യാത്രയ്ക്കായിട്ട് അവർ തയ്യാറെടുക്കുമ്പോൾ ഈ മർക്കോസിന്റെ പേരും പറഞ്ഞ് അവരുടെ വലിയൊരു വാഗ്വാദം ഉണ്ടാകുകയും അവർ രണ്ടുപേരും വേർപിരിയുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 35 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ട് പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പാംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തെരഞ്ഞെടുത്ത സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ പരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു. ഇവിടെ മർക്കോസിന്റെ പേരില് ബർന്നബാസ് ശൗലിന്റെ ഇടയിൽ ഉഗ്രകോപം, ഉഗ്രവാദം ഉണ്ടായതായിട്ട് നാം ഇവിടെ വായിക്കുന്നുണ്ട്. അത് മുഖാന്തരം ഇവർ രണ്ടുപേരും
വേർപിരിയുന്നത് നമുക്ക് കാണാം. അപ്പോൾ പൗലോസും ബർന്നബാസും വേർപിരിയാൻ കാരണക്കാരൻ മർക്കോസ് ആയിരുന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ദൈവദാസന്മാരുടെ ഇടയിൽ വലിയൊരു ഉഗ്രവാദം ഉണ്ടാകുകയും അവർ തമ്മിൽ വലിയൊരു ഡിബേറ്റ് ഉണ്ടാകുകയും മർക്കോസിന്റെ വിഷയത്തിൽ ഉണ്ടാകുകയും ചെയ്തു. ബർന്നബാസ് പറഞ്ഞു, നമുക്ക് മർക്കോസിന് ഒരു അവസരം കൂടെ കൊടുക്കാം, അവനെയും കൂടെ നമുക്ക് കൂടെ കൊണ്ടുപോകാം. ചെറുപ്പക്കാരനാണ്, യൗവനക്കാരനാണ്, ആദ്യത്തെ മിഷണറി യാത്രയിൽ നമ്മെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോയി, മർക്കോസ് മടങ്ങിപ്പോയി, എന്നാൽ ഒരു അവസരം കൂടെ നമുക്ക് കൊടുക്കാമെന്ന് ബർന്നബാസ് പറഞ്ഞു. എന്നാൽ പൗലോസ് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല, ഇടയ്ക്ക് വെച്ച് വിട്ടു പോയവന്, വേലയിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് പോയ ആള് ഇനിയും നമ്മളൂടെ വരണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ പറഞ്ഞു. അങ്ങനെ ഇവര് തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി. അപ്പോൾ നാം നോക്കുകയാണെങ്കിൽ ഇവര് രണ്ടുപേരും പറയുന്നത് ശരിയായിരുന്നു. രണ്ട് ശരികളുടെ നടുവിലുള്ള ഒരു ഉഗ്രവാദമായിരുന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാല് അവിടെ മുൻതൂക്കം ബർന്നബാസിന് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 55% ബർന്നബാസിന്റെ ഭാഗമായിരുന്നു ശരി, 45% പൗലോസിന്റെ ഭാഗമായിരുന്നു ശരി. ബർന്നബാസ് ആ ചെറുപ്പക്കാരനായിട്ടുള്ള സഹോദരന് ഒരു ചാൻസ് കൂടെ കൊടുക്കാനായിട്ട് ബർന്നബാസ് ആഗ്രഹിച്ചു. എന്നാൽ പൗലോസ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും കൊടുക്കാനായിട്ട് പാടില്ല, നമുക്ക് കൊണ്ടുപോകാനായിട്ട് പാടില്ല എന്ന് പൗലോസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സംഭവത്തിന് ശേഷം 10 വർഷം മർക്കോസിനെ കുറിച്ച് യാതൊരു പരാമർശവും നമ്മൾ കാണുന്നില്ല. ഈ സംബന്ധിച്ച് മർക്കോസിനെ കുറിച്ച് 10 വർഷത്തേക്ക് യാതൊരു പരാമർശം മർക്കോസിനെ കുറിച്ച് നാം കാണുന്നില്ല. ഈ 10 വർഷത്തിന് ശേഷം മർക്കോസിനെ നാം വീണ്ടും കാണുന്നത് പൗലോസിനോട് കൂടെയാണ്. പൗലോസ് ലേഖനം 4-10 വാക്യത്തിലും ഫിലേമോന്റെ ലേഖനം 24 വാക്യത്തിലും നാം വായിച്ചതാണ്. അവര് പൗലോസിന്റെ സഹപ്രവർത്തകരുടെ കൂട്ടത്തിൽ പൗലോസ് മർക്കോസിന്റെ പേര് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളില് പൗലോസും മർക്കോസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് പരിഹരിക്കപ്പെടുകയും വീണ്ടും മർക്കോസ് പൗലോസിനോട് ഒരുമിച്ച് അക്കമ്പനി ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അവിടെ പൗലോസിനെ ആ ജയിലില് ശുശ്രൂഷിക്കുന്ന മർക്കോസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും, ഈ 10 വർഷക്കാലം പൗലോസിനോടുകൂടെ ഇല്ലായിരുന്ന ഈ 10 വർഷക്കാലം മർക്കോസ് പത്രോസിനോടുകൂടെ ബർന്നബാസിന്റെ കൂടെ കുറച്ചുനാൾ പ്രവർത്തിച്ചു. കുപ്രോസിലേക്ക് ബർന്നബാസിലൂടെ പോയി. എന്നാൽ അതിനുശേഷം ബർന്നബാസിനെ കുറിച്ച് നമുക്കറിയത്തില്ല എന്താണ് സംഭവിച്ചതെന്ന്. ബർന്നബാസിനെ കുറിച്ചും പരാമർശമില്ല. എന്നാല് മർക്കോസ് അതിനുശേഷം പത്രോസിനോട്, തന്റെ ആത്മീയ പിതാവായ പത്രോസിനോടുകൂടെ താമസിച്ച് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം വീണ്ടും പൗലോസിന്റെ ശുശ്രൂഷകനായിട്ടിരിക്കുന്ന മർക്കോസിനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് തിമത്യോസിന്റെ 2-ാം ലേഖനം 4-11 വാക്യത്തില് പിന്നീട് തിമത്യോസിനോട് പൗലോസ് മർക്കോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ തിമത്യോസിനോട് നാം വായിച്ചതാണ്, എന്നാലും വീണ്ടും നമുക്ക് വായിക്കാം. 4-ാം അധ്യായം, തിമത്യോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 11 വാക്യം. ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവരാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ അവിടെ മർക്കോസിനെ കുറിച്ച് തിമത്യോസിനോട് പറയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് തിമത്യോസിനോട് പൗലോസ് പറയാം. പൗലോസിന്റെ അവസാന നാളുകളാണ്. 2ാമത് പൗലോസ് അവിടെ കാരാഗൃഹത്തിലായിരുന്ന സമയത്താണ് പൗലോസ് തിമത്യോസിന് 2-ാം ലേഖനം എഴുതുന്നത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പൗലോസ് രക്തസാക്ഷി ആയി മരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അവസാന നാളുകളിൽ തിമത്യോസ് തന്നോടുകൂടെ ആയിരിക്കണം പൗലോസ് ആഗ്രഹിച്ചതുപോലെ തന്നെ മർക്കോസും പൗലോസിനോട് കൂടെ ആയിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചിരുന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അവിടെ മർക്കോസിനെ കുറിച്ച് പറയുന്നത്, അവൻ എനിക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. പൗലോസാണ് ഇത് പറയുന്നത്. ഒരിക്കല് പ്രയോജനമില്ലാത്തവനാണ്, അവനെ കൊണ്ട് നടക്കത്തില്ല, അവനെ നമുക്ക് കൊണ്ടുപോകണ്ട, ഒരിക്കൽ പ്രയോജനമില്ലാത്തവനെന്ന് പറഞ്ഞ പൗലോസിനെ കൊണ്ട് തന്നെ അവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനെന്ന് പറയിച്ച വ്യക്തിയാണ് മർക്കോസ്. പൗലോസ് പറഞ്ഞ് മാറ്റി പറയിച്ച, ഒരിക്കലും എനിക്ക് കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മളോട് വരുന്ന ശരിയല്ല, പ്രയോജനമില്ലാത്തവനാണെന്ന് പറഞ്ഞ അതേ വാഗുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഉപയോഗമുള്ളവനാണ്, എനിക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗമുള്ളവനാണെന്ന് പറയിച്ച വ്യക്തിയായിട്ട് മർക്കോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം
നാം പോകുമ്പോൾ നമുക്കറിയാം അവിടെ സഭ കൂടിയിരുന്നത് മറിയയുടെ വീട്ടിലാണ്, മർക്കോസിന്റെ വീട്ടിലാണ്. 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയാറ് രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഭവനമായിരുന്നു മർക്കോസിന്റേത്. അത് മാത്രമല്ല ദാസന്മാർ അവിടെ ഉണ്ടായിരുന്നതായിട്ട്, ആ ഭവനത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ദാസന്മാരുണ്ടായിരുന്ന ഒരു സമ്പന്ന കുടുംബമായിരുന്നു മർക്കോസിന്റെ കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ അതേ മർക്കോസ് ക്രിസ്തീയ ശുശ്രൂഷയിൽ വന്നപ്പോൾ ആ മർക്കോസ് അപ്പോസ്തലന്മാരുടെ ദാസനായിട്ട് പ്രവർത്തിക്കുന്ന മർക്കോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസിന്റെയും ബർന്നബാസിന്റെയും അതുപോലെ തന്റെ ആത്മീയ പിതാവായിട്ടുള്ള പത്രോസിന്റെയും കൂടെ അവരുടെ ദാസനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മർക്കോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേ മർക്കോസ് ആണ് നമ്മുടെ കർത്താവ് ക്രിസ്തുവിൽ യഹോവയുടെ കുറ്റമറ്റ ദാസനായിട്ട് കർത്താവിനെ കണ്ട് കർത്താവിനെ യഹോവയുടെ ദാസൻ എന്നുള്ള നിലയിൽ മർക്കോസ് ഈ സുവിശേഷത്തിൽ വിവരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ ദാസനായിട്ട്, ദൈവദാസന്മാരുടെ ദാസനായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു മർക്കോസ് എന്ന് പറയുന്നത്. ഒരു കാലത്ത് പ്രയോജനമില്ലാത്തവനെന്ന് പറഞ്ഞു മർക്കോസിനെ കുറിച്ച് പൗലോസ്. എന്നാൽ അതേ പൗലോസിനെ കൊണ്ട് മർക്കോസ് പറയിപ്പിച്ചു, അവൻ എനിക്ക് വളരെ ഉപയോഗമുള്ളവനാണ്, എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണ്, അവനെ കൊണ്ടുവരണം എന്ന് തിമോത്തിയോസിനോട് പ്രത്യേകം പൗലോസ് പറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മർക്കോസിന്റെ ജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിലെ പല കുറവുകള് സംഭവിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് വേല ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി. അങ്ങനെ പല പിന്മാറ്റങ്ങളും മർക്കോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും മർക്കോസ് പിന്നോട്ട് പോകാതെ കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്നെ തുടർന്ന ഒരു മർക്കോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ലോകത്തിൽ നാം ക്രിസ്തീയ ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. ആത്മീയ ജീവിതത്തില് നമ്മെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും ഒരുപക്ഷെ നമ്മെ പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്ന് മാത്രമല്ല നമ്മെ നിരുത്സാഹപ്പെടുത്തും. പൗലോസിന് വേണം മർക്കോസിന് ഒരു അവസരം കൂടെ കൊടുക്കാമായിരുന്നു. ബർന്നബാസ് പറഞ്ഞ പോലെ ഒരു അവസരം കൂടെ കൊടുക്കാമായിരുന്നു. എന്നാൽ അവിടെ പൗലോസ് മർക്കോസിനെ നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രോത്സാഹിപ്പിക്കേണ്ടവർ പലരും ഒരുപക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം നിരുത്സാഹപ്പെടുത്തിയേക്കാം. എന്നാലും നമുക്ക് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ സേവയിൽ നമുക്ക് മുമ്പോട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ഇടയായിട്ട് തരും. നമ്മെ കൊണ്ട് തെറ്റായിട്ട് അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് പറഞ്ഞവർ തന്നെ പിന്നീട് നമുക്ക് അനുകൂലമായിട്ട് പറയുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ട് നാം കർത്താവിനെ മാത്രം നോക്കി മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം വരികയാണെങ്കിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ മർക്കോസ് കർത്താവിന്റെ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് കർത്താവിന്റെ ശിഷ്യനായിട്ട് മർക്കോസിനെ നാം കാണുന്നില്ല. എന്നാൽ ഈ മർക്കോസിന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ, ഇതിന്റെ വിവരണങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഒരു ദൃക്സാക്ഷി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി എഴുതിയതുപോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ദൃക്സാക്ഷി എഴുതിയതാണോ ഈ മർക്കോസിന്റെ സുവിശേഷം എന്ന് നമുക്ക് തോന്നിപ്പോകും. ചില സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ പലയിടത്തും മർക്കോസ് അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഈ സുവിശേഷം എഴുതിയപ്പോൾ ഒരു നേരിട്ട് കണ്ട അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എഴുതിയായിട്ടാണ് നമുക്ക് പല സന്ദർഭങ്ങളും നമുക്ക് തോന്നുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ ഉദാഹരണമായിട്ട് വായിക്കാം. 7-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 33-ാം വാക്യം. 7-ാം അധ്യായം 33-ാം വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. 7-ാം അധ്യായം 33-ാം വാക്യം. അവൻ സകലവും നന്നായി ചെയ്തു. 7:30. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിന് തൊട്ട് സ്വർഗ്ഗത്തിൽ. ഒരു ചെകിടനായിട്ടുള്ള വ്യക്തി കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ ആ ചെകിടനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ അവിടെ നടന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും മർക്കോസ് അവിടെ പറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ വായിക്കുന്നത്, അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു
തുപ്പി അവന്റെ നാവിനെ തൊട്ടു. അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് അവിടെ പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അത് ശരിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇത് എഴുതിയത് എന്ന് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് മർക്കോസ് ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ 9-ാം അധ്യായം 36-ാം വാക്യം, 9-ാം അധ്യായം 36-ാം വാക്യം. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അരികിൽ അണച്ചുകൊണ്ട് അവരോട് ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിന്റെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയും നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്. അപ്പോൾ ആ ഓരോ ഡീറ്റെയിൽസും നേരിട്ട് കണ്ടതുപോലെ ഒരു ശിശുവിനെ അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അപ്പോൾ ഓരോ ഡീറ്റെയിൽസ് അവിടെ മർക്കോസ് അവിടെ വളരെ ദൃക്സാക്ഷി വിവരിക്കുന്ന പോലെ തന്നെ വിവരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, 10-ാം അധ്യായം 16-ാം വാക്യം. പിന്നെ അവൻ അവരെ അണച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. പിന്നീട് അതുപോലെ 10-ാം അധ്യായം 21-ാം വാക്യം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളവരെ വിറ്റ് ദരിദ്രർ കൊടുക്കുക. അപ്പോൾ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. അപ്പോൾ യേശുവിന് കർത്താവിന്റെ ആ നോട്ടം പോലും ആ ഒരു അവനെ നോക്കി, അപ്പോൾ ഏത് നിലയിലാണ് നോക്കിയത് ആ നോട്ടം പോലും മർക്കോസ് അതേ നിലയിൽ വിവരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 11-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കും. 11-ന്റെ അവൻ യെരൂശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്നു, സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടുകൂടെ ബെഥാനിയയിലേക്ക് പോയി. ഈ വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ദൃക്സാക്ഷി അവിടെ ഉണ്ടായിരുന്ന ആള്, ഈ സംഭവം കണ്ടയാള് എഴുതി എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം എഴുതിയ മർക്കോസ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത് ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദൃക്സാക്ഷി എഴുതിയതുപോലെ എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, മർക്കോസ് വളരെ നാളുകൾ പത്രോസിനോടുകൂടെ ആയിരുന്നു, പത്രോസിനോടുകൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ പത്രോസ് കർത്താവിന്റെ ശിഷ്യനായിരുന്നു. അത് മാത്രമല്ല പത്രോസ് കർത്താവിനെ എപ്പോഴും അനുഗമിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഈ വിവരണങ്ങള് പത്രോസിൽ നിന്നാണ് മർക്കോസിന് ലഭിച്ചത്. അത് മാത്രമല്ല ഈ കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ട് തന്നെ പത്രോസിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ അത് ചോദിച്ച് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് സംഭവിച്ചത്, ഓരോ ഡീറ്റെയിൽസും വളരെ വിശദമായിട്ട് പത്രോസിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് മർക്കോസ് ശ്രമിച്ചു. അതിന് പ്രകാരമാണ് മർക്കോസ് ഈ സുവിശേഷം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പത്രോസിൽ നിന്നാണ് പ്രധാനമായിട്ടും മർക്കോസിന് ഈ കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ സംഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. മർക്കോസ് ആ നിലയിൽ എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ സന്ദർഭം, കോണ്ടെക്സ്റ്റ്, സന്ദർഭത്തെ കുറിച്ച് എഴുതാനുണ്ടായ സന്ദർഭത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആദിമസഭ കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. അപ്പോൾ ആ നിലയിൽ തന്നെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തീയ സഭ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം യെരൂശലേമില്, പിന്നീട് യഹൂദയില്, പിന്നീട് ശമരിയയില്, തുടർന്ന് പല ഭാഗങ്ങളിലേക്കും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും സഭ വളരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നീട് തുടർന്ന് കൈസരിയ, സിറിയ, ഏഷ്യ മൈനർ, മക്കദോനിയ, ഗ്രീസ്, ഇറ്റലി വരെയുള്ള സ്ഥലങ്ങളില് സഭ വ്യാപിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതില് വിശ്വസിച്ച് അന്യജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചപ്പോൾ വിശ്വസിച്ചവരിൽ അനേകര് റോമാക്കാരായിട്ടുള്ളവരായിരുന്നു വിശ്വസിച്ചവരിൽ റോമാക്കാരും യവനന്മാരും ആയിട്ടുള്ളവരായിരുന്നു വിശ്വസിച്ചത്. അപ്പോൾ വിശ്വസിച്ചവരിൽ അനേകർ റോമാക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ റോമൻ വിശ്വാസികൾക്ക് വേണ്ടി ഒരു സുവിശേഷം എഴുതേണ്ടുന്നത് ആവശ്യമായിട്ട് വന്നു. സുവിശേഷങ്ങളുടെ ആമുഖം നാം ചിന്തിച്ചതാണ് മത്തായിയുടെ സുവിശേഷം. മത്തായി യഹൂദന്മാരിൽ നിന്നുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. മർക്കോസിന്റെ സുവിശേഷം റോമൻ വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതിയത്. ലൂക്കോസിന്റെ സുവിശേഷം ഗ്രീക്ക് വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതിയത്. യോഹന്നാന്റെ സുവിശേഷം വിശ്വാസികൾക്ക് പൊതുവെയാണ് എഴുതിയത്.
അപ്പോൾ റോമക്കാർ വിശ്വാസികളായിട്ട് തീർന്നവർക്ക് വേണ്ടി ഒരു സുവിശേഷം എഴുതേണ്ടുന്നത് ആവശ്യമായിട്ട് തീർന്നു. അതിന്റെ ഫലമായിട്ടാണ് മർക്കോസ് ഈ സുവിശേഷം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് റോമൻ വിശ്വാസികൾക്ക് വേണ്ടിയാണ് മർക്കോസ് ഈ സുവിശേഷം എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഉദ്ദേശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം ക്രിസ്തുവിനെ ദാസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. യഹോവയുടെ ദാസനായിട്ടാണ് മർക്കോസ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷം ക്രിസ്തുവിനെ രാജാവായിട്ട്, മർക്കോസിന്റെ സുവിശേഷത്തിൽ ദാസനായിട്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യനായിട്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവമായിട്ട്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ക്രിസ്തുവിനെ ദാസനായിട്ട് മർക്കോസ് ഇവിടെ വെളിപ്പെടുത്തിയാണ്. ഈ റോമക്കാർക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതുന്നത്. റോമക്കാരെന്ന് പറഞ്ഞാൽ അവര് എപ്പോഴും കർമ്മനിരതരാണ്. അവര് വെറുതെ ഇരിക്കുന്നവരല്ല, എപ്പോഴും ജോലി ചെയ്യുന്നവരാണ്, കർമ്മനിരതരായിട്ടുള്ളവരാണ് റോമാക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ആ കർത്താവിനെ ഈ സുവിശേഷത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് തിരക്കുള്ള യഹോവയുടെ, കർമ്മനിരതനായിട്ടുള്ള യഹോവയുടെ ഒരു ദാസനായിട്ടാണ് മർക്കോസ് കർത്താവിനെ ഈ സുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ടിരിക്കുന്നത്. 10-ാം അധ്യായം 45-ാം വാക്യത്തില് നാം വായിക്കുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുപ്പാനും കർത്താവ് വന്നു. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത്, പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ശുശ്രൂഷിക്കുന്നവനായിരുന്നു. അനേകരെ ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് നമ്മ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ ശുശ്രൂഷയില് മർക്കോസ്, നാം ചിന്തിച്ചതുപോലെ മർക്കോസ് ദാസനായിട്ട് പ്രവർത്തിച്ച ആളാണ്, ദൈവദാസന്മാരുടെ ദാസനായിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ദാസനായിട്ട് താൻ പ്രവർത്തിച്ച തന്റെ പരിചയവും അതുപോലെ കർത്താവിന്റെ സ്വഭാവവും പ്രവൃത്തിയും ഇതൊക്കെ മുഖാന്തരം ഈ റോമൻ ക്രിസ്ത്യാനികൾക്ക് മർക്കോസ് ഒരു സുവിശേഷം എഴുതിയപ്പോൾ അവരുടെ മധ്യത്തിൽ ആകർഷകമായിട്ടുള്ള നിലയിൽ ക്രിസ്തുവിനെ ഒരു ദാസനായിട്ട്, യഹോവയുടെ ദാസനായിട്ട്, കർമ്മനിരതനായിട്ടുള്ള ദാസനായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുവാനായിട്ട് മർക്കോസിന് ഇടയായിട്ട് തീർന്നു. ആ നിലയിലാണ് മർക്കോസിന്റെ ഈ സുവിശേഷം എഴുതിയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ വരുമ്പോൾ നാം ചിന്തിച്ചതുപോലെ വളരെ തിരക്കുള്ള ഒരു ദാസനായിട്ടാണ് കർത്താവിന് ഇത് കർമ്മനിരതനായിട്ടുള്ള ദാസനായിട്ടാണ് കർത്താവിനെ ഈ സുവിശേഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിടുക്കത്തോടെ നീങ്ങുന്ന ഒരു ചുറിയുറുക്കുള്ള ദാസനായിട്ട് ക്രിസ്തുവിനെ ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തില് പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ എന്നുള്ള പ്രയോഗങ്ങൾ 41 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 41 പ്രാവശ്യം പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ എന്നുള്ള പ്രയോഗം, പെട്ടെന്ന് ഉടനെ എന്നുള്ള പ്രയോഗം 41 പ്രാവശ്യമാണ് മർക്കോസ് ഈ സുവിശേഷത്തിൽ, ഈ 16 അധ്യായങ്ങളുള്ള സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അത് 7 പ്രാവശ്യം മാത്രവും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ പ്രയോഗം 1 തവണയും മാത്രമുള്ളപ്പോഴാണ് മർക്കോസിന്റെ സുവിശേഷം 41 തവണ പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ എന്നുള്ള പ്രയോഗം നാം കാണുന്നത്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിൽ 2 ഇടത്ത് നാം കാണുന്നുണ്ട് കർത്താവിനും ശിഷ്യന്മാർക്കും ഭക്ഷിക്കാൻ പോലും സമയമില്ലായിരുന്നു. ഈ കാര്യം മർക്കോസ് മാത്രമേ പ്രസ്താവിച്ചിട്ടുള്ളൂ. 3-ാം അധ്യായം 20-ാം വാക്യം, 6-ാം അധ്യായം 31-ാം വാക്യം. പെട്ടെന്ന് വാക്യം. 3-ാം അധ്യായം 20-ാം വാക്യം, 6-ാം അധ്യായം 31-ാം വാക്യം. 3:20. അവൻ വീട്ടിൽ വന്നു, അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വയ്യാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വയ്യാതെ വന്നു. അതുപോലെ 6-ാം അധ്യായം 31-ാം വാക്യം. വരുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലാത്തത് കൊണ്ട് അവനവരോട് നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് വളരെ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായിക്കൊണ്ട്. അപ്പോൾ ഭക്ഷിപ്പാൻ പോലും സമയമില്ലാതെ കർമ്മനിരതരായിട്ട് പ്രവർത്തിക്കുന്ന കർത്താവിനെയും ശിഷ്യന്മാരെയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഭക്ഷിക്കാൻ പോലും സമയമില്ലാതെന്ന് മർക്കോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റു സുവിശേഷത്തിൽ ഒന്നും നാം അത് വായിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ സുവിശേഷത്തിൽ കർത്താവിന്റെ വംശാവലി, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ കർത്താവിന്റെ വംശാവലി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ സുവിശേഷത്തിൽ കർത്താവിന്റെ വംശാവലിയോ ജനനമോ ബാല്യകാലമോ ഒന്നും നാം
കാണുന്നില്ല. ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തുവിനെ ദാസനായിട്ട് വെളിപ്പെടുത്തുവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മർക്കോസ് കർത്താവിനെ നേരിട്ട് യഹോവയുടെ ദാസനായിട്ട് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ നിലയിൽ ബാല്യകാലമോ ബാല്യകാല ചരിത്രമോ ജനനമോ ഒന്നും മർക്കോസിന്റെ സുവിശേഷത്തിലില്ല. കർത്താവിന്റെ വംശാവലി അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നില്ല. മൂന്നാമതായിട്ട് നമ്മൾ കാണുമ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തില് പത്രോസിന്റെ പേര് മറ്റു സുവിശേഷങ്ങളിൽ പല സന്ദർഭത്തിലും പത്രോസിന്റെ പേര് വിട്ടുകളഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വിട്ടുകളഞ്ഞ സന്ദർഭങ്ങളിൽ മർക്കോസ് ബോധപൂർവം അത് പത്രോസിന്റെ പേര് ചേർത്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബോധപൂർവം പത്രോസിന്റെ പേര് ചേർത്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1-ാം അധ്യായം 36-ാം വാക്യം 1:36 ഷിമോനും കൂടെ ഉള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവിടെ ഷിമോന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ 11-ാം അധ്യായം 21-ാം വാക്യം 11:21 അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. പിന്നെ 13-ാം അധ്യായം 3-ാം വാക്യം പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട് അതെപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ പത്രോസിന്റെ പേര് ബോധപൂർവം മർക്കോസ് ചേർക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസ് മർക്കോസിന്റെ ആത്മീയ പിതാവാണ് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ആ ആത്മീയ പിതാവിനോട് മർക്കോസിന് പ്രത്യേകമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പത്രോസിന്റെ പേര് ബോധപൂർവം അവിടെ ചേർത്ത് വെക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 4-മതായിട്ട് ഈ സുവിശേഷത്തില് കർത്താവിന്റെ 19 അത്ഭുതങ്ങളും 5 ഉപമകളും ഈ സുവിശേഷത്തിലുണ്ട്. ആകെ 19 അത്ഭുതങ്ങളും 5 കർത്താവ് ചെയ്ത 19 അത്ഭുതങ്ങളും 5 ഉപമകളും മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. അതിൽ 2 അത്ഭുതങ്ങളും 2 ഉപമകളും മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് ഒരു സുവിശേഷത്തിലും നാം അത് 2 അത്ഭുതങ്ങളും 2 ഉപമകളും നാം കാണുന്നില്ല. പിന്നീട് 5-മതായിട്ട് യേശു തച്ചനായിട്ട് നസ്രയത്തിൽ അറിയപ്പെട്ടിരുന്നത് മർക്കോസ് മാത്രമേ പറയുന്നുള്ളൂ. കർത്താവ് യേശു തച്ചനായിട്ട് നസ്രയത്തിൽ അറിയപ്പെട്ടുവെന്ന് മർക്കോസ് മാത്രമേ പറയുന്നുള്ളൂ. 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? എന്നിവരുടെ സഹോദരനായ തച്ചനല്ലയോ, സഹോദരനുമായ തച്ചനല്ലയോ? അപ്പോഴേ കർത്താവിനെ തച്ചനായിട്ടാണ് നസ്രയത്തില് അറിയപ്പെട്ടിരുന്നത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് 30-ാം വയസ്സിലാണ് കർത്താവിന് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് കർത്താവ് എന്തായിരുന്നു നസ്രയത്തിൽ ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന വാക്യമാണ് ഈ വാക്യം. അവൻ നസ്രയത്തില് തച്ചനായിട്ട് അല്ലെങ്കിൽ ആശാരിയായിട്ട് ജോലി ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള യേശുവിന്റെ ജീവിതം മർക്കോസിന്റെ സുവിശേഷം നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ സുവിശേഷത്തിന്റെ ചില പ്രധാന വാക്യങ്ങൾ, കീ വേഴ്സസ്, താക്കോൽ വാക്യങ്ങൾ എന്ന് പറയുന്നത് ചില ഒരു 2 വേദഭാഗം മാത്രം നമുക്ക് വായിക്കും. പല വാക്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. 8-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, 8-ന്റെ 34 മുതൽ 37 വരെ. പിന്നെ പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന് നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെ കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. അപ്പോൾ ഇതൊരു പ്രധാന വേദഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു 10-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യം, 10-ന്റെ 43 മുതൽ 45 വരെ.
നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര വന്നത്. ഇവിടെ കർത്താവിന്റെ വാക്കുകളാണ് ഇവിടെ പറയുന്നത്. ഞാൻ മർക്കോസിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയല്ല, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവർ എല്ലാവർക്കും ദാസനാകണം. അപ്പോൾ കർത്താവിനെ ദാസനായിട്ടാണ്, യഹോവയുടെ ദാസനായിട്ടാണ് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ദാസനായിട്ട്, യഹോവയുടെ ദാസനായിട്ട്, ശുശ്രൂഷിപ്പാനായിട്ട് വന്നവനായിട്ട് കർത്താവിനെ ഈ സുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നതായിട്ട്, വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന കർമ്മനിരതനായിട്ടുള്ള യഹോവയുടെ ദാസനായിട്ട് കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഭാവം തന്നെ നമ്മളിലും ഉണ്ടാകേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കുന്ന മനോഭാവം മർക്കോസിന്റെ ജീവിതത്തിൽ നാം അത് കാണുകയുണ്ടായി. ദൈവദാസന്മാരുടെ ദാസനായിട്ട് ആ ശുശ്രൂഷ ചെയ്യുന്ന മർക്കോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസിന്റെയും ബർന്നബാസിന്റെയും പത്രോസിന്റെയും ഒക്കെ ദാസനായിട്ടായിരുന്നു തന്റെ ശുശ്രൂഷ താന് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആ ഒരു കർത്താവിന്റെ ഭാവം നമ്മളിലും ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. ശുശ്രൂഷയിൽ ആ ദാസനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അങ്ങനെ മർക്കോസിന്റെ സുവിശേഷം നമുക്ക് ഒരളവിൽ നമുക്ക് ഒന്ന് എത്തി നോക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.